കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിന് തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ കൊച്ചു ഗ്രാമമാണ് മാങ്കുളം. അധികം വികസനമൊന്നും ഇങ്ങോട്ടെത്തിയിട്ടില്ലാത്ത ഒരു കുടിയേറ്റ ഗ്രാമവുമാണ് മാങ്കുളം. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗവും അധ്വാനശീലരും പരീക്ഷണ തൽപരരുമായ കർഷകരുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആദ്യ ജൈവ പഞ്ചായത്തായി മാങ്കുളം തിരഞ്ഞെടുക്കപ്പെട്ടത്. എറണാകുളത്തെ പ്രമുഖ അഭിഭാഷകനായ അനിൽ എസ് രാജിന്റെ കൃഷിയോടുള്ള ആവേശം അദ്ദേഹത്തെ മാങ്കുളത്തെത്തിച്ചു. സഹായത്തിന് എൻ രവീന്ദ്രനാഥും കൂടിയായപ്പോൾ കൃഷി അതിന്റെ പൂർണ്ണതയിലെത്തി. മാങ്കുളം വിരിഞ്ഞപാറയിൽ ഉദ്ദേശം 8 ഏക്കറോളം സ്ഥലത്താണ് കുരുമുളക്, ജാതി, കൊക്കോ, വാഴ തുടങ്ങിയവ കൃഷി ചെയ്തിരിക്കുന്നത്. മലഞ്ചെരുവായതുകൊണ്ട് ഇവിടെ ജലസേചനം ഒരു പ്രശ്നമാകാറില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഊറ്റുവെള്ളം എപ്പോഴും ലഭിക്കുന്നുമുണ്ട്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് തന്നെയാണ് ഇവിടുത്തെയും പ്രധാന കൃഷി. 2500 ചുവട് മുളകാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ വർഷം നട്ടത് മുതൽ 8 വർഷമായതുവരെ ഇക്കൂട്ടത്തിലുണ്ട്. പന്നിയൂർ 1, കരിമുണ്ട, നീലമുണ്ടി, വെള്ളമുണ്ട, കരിയിലാഞ്ചി തുടങ്ങിയവയെല്ലാം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മാത്രമാണ് നടുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. മുളകിന് താങ്ങുമരമായി മുരിക്ക്, മാവ്, കമുക് എല്ലാം പ്രയോജനപ്പെടുത്തുന്നു. ഒരു ചുവട്ടിൽ 3ഉം 4ഉം കൊടിത്തലകൾ ഒടിച്ചുകുത്തിയാണ് ഇവിടെ നടുന്നത്. ആദ്യത്തെ ഒരു വർഷം നന ആവശ്യമാണ്. നട്ട് 2 മാസം കഴിഞ്ഞ് ഒരു ജൈവവള പ്രയോഗം കൂടി നടത്താറുണ്ട്. ചില സന്ദർഭങ്ങളിൽ കുറച്ച് കുമ്മായം കൂടി ഇട്ടുകൊടുക്കാറുണ്ട്. രാസവളം ഉപയോഗിക്കാത്തതുകൊണ്ടോ മലിനീകരണമില്ലാത്ത വനപ്രദേശമായതുകൊണ്ടോ എന്തായാലും വലിയ കീടരോഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാറില്ല എന്നാണ് പൊതുവെ ഇവിടുത്തെ കർഷകർ പറയുന്നത്. നമുക്കിവിടെ മൊത്തമായിട്ടുള്ളത് 4.5 ഏക്കർ സ്ഥലമാണ്. അതിൽ കൊക്കോയ, കുരുമുളക്, ജാതി എന്നീ കൃഷികളാണ് കൂടുതലുള്ളത്. കുറച്ച് റബ്ബറുണ്ട്. പിന്നെ ജൈവമായ രീതിയിലുള്ള കൃഷിയാണ് ഞങ്ങൾ അവലംബിച്ചിട്ടുള്ളത്. രാസവളം കുരുമുളകിനോ മറ്റൊന്നിനും തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് വിളയിൽ നിന്നുള്ള അല്പലാഭം എന്ന് പറയുന്നത് കുരുമുളക് മാത്രമേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഭൂമിയിലുള്ളതുകൊണ്ട് അത് ടാങ്കൊക്കെ കെട്ടി നല്ല രീതിയിൽ ഇറിഗേഷൻ ചെയ്തു കഴിഞ്ഞാൽ ലാഭം കുറച്ചുകൂടെ കൂട്ടാൻ കഴിയും. ഇവിടെ പിന്നെ മെക്കനൈസേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉൽപ്പാദനം നടത്തിയാൽ മാത്രമേ പ്രോഫിറ്റബിളായിട്ട് കാര്യങ്ങൾ വരുള്ളൂ. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് കുരുമുളക് നിന്നാണ്. പിന്നെ കൊക്കോയും ജാതിയും. വിപണി ഒരു പ്രധാന ഘടകമാണ്. നമ്മളെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വിപണിയിൽ വില കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അത്തരം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. കൃഷി വകുപ്പിൻ്റെ സഹായത്തോടുകൂടി ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്താൽ നന്നായിരിക്കും. മഴ തുടങ്ങുന്നതിന് മുമ്പായി ബോഡോ മിശ്രിതം ഒരു പ്രാവശ്യം തളിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ ഇതുവരെ
ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ജോലിക്കാരുടെ ലഭ്യത ഇവിടെ പലപ്പോഴും പ്രശ്നമാകാറുണ്ട്. എന്നാലും ഇവിടെ 2 പേരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. 2 കൊല്ലം കഴിയുമ്പോൾ കൊടി കായ്ച്ചു തുടങ്ങും. വർഷത്തിൽ ഒരു വിളവെടുപ്പ് മാത്രമാണ് സാധ്യമാകുന്നത്. ഡിസംബർ, ജനുവരി മാസങ്ങളിലായി വിളവെടുക്കും. കഴിഞ്ഞ വർഷം 450 കിലോ മുളക് ലഭിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അടിമാലിയിലാണ് ഇതിലെ വിപണനം നടത്തുന്നത്. 1 കിലോയ്ക്ക് 720 രൂപ വിലയാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലൊരു മികച്ച കർഷകനാണ് രവിചേട്ടൻ. കൊടി, കൊക്കോ, ജാതി, കുരുമുളക് എല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്ത് 5 ഏക്കറോളം സ്ഥലം എല്ലാവർക്കും ഒന്ന് ചെന്ന് കാണേണ്ട ഒരു പ്ലോട്ട് തന്നെയാണ്. കുരുമുളകിൻ്റെ പുതിയ പുതിയ ഇനങ്ങൾ ആ ചേട്ടൻ്റെ കൃഷിയിടത്തിൽ നട്ടു നോക്കാനും അത് പരിപാലിക്കാനും ആ ചേട്ടന് നല്ല ഉത്സാഹമുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കൃഷി ചെയ്യാനും കൊടുക്കുന്ന ഉപദേശങ്ങൾ അതുപോലെ തന്നെ കൃഷിയിടത്തിൽ പരിപാലിക്കാനും ആ ചേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സന്തോഷമാണ് ഈ ഇങ്ങനെയുള്ളൊരു കൃഷിയിടത്ത് ഇതുപോലൊരു കർഷകനെ സഹായിക്കാനും ആത്മാർത്ഥതയോടുകൂടി ആ ചേട്ടൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്. ജാതിയും ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്തിരിക്കുന്നു. ഇവിടെ നട്ടിരിക്കുന്ന ജാതി 5 വർഷമായതാണ്. അടുത്ത വർഷം കായ് തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ഇതുകൂടാതെ 2 പ്ലോട്ടിൽ കൂടി കൃഷിയുണ്ട്. അവിടെ 8 വർഷമായ ചെടികളാണുള്ളത്. അവയെല്ലാം കായ്ച്ചു തുടങ്ങി. ജാതിയിൽ നിന്നും നല്ല വിളവാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നീറ്റ് കക്കയിട്ട് കിളച്ച തടത്തിൽ ചാണകം, എല്ലുപൊടി ഇവയിട്ട് ഇളക്കി അതിലേക്കാണ് ജാതി നട്ടത്. ബഡ് തൈയും നാടനും 2ഉം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. ജാതിക്ക് നട്ട് 3 മാസം കഴിയുമ്പോൾ ഒരു വളപ്രയോഗം കൂടി അത്യാവശ്യമാണ്. വെയിൽ തുടങ്ങിയാൽ 2 ദിവസം കൂടുമ്പോൾ നല്ലതുപോലെ നനച്ചു കൊടുക്കണം. ചെടി വളരുന്നതനുസരിച്ച് ചുവട്ടിലെ തടവും വലുതാക്കി വളപ്രയോഗം നടത്തണം. ഏകദേശം 50 വർഷത്തിൽ കൂടുതൽ ഒരു ചെടിയിൽ നിന്ന് സാമാന്യം നല്ല വിളവ് ലഭിച്ചുകൊണ്ടിരിക്കും. എല്ലാ വർഷവും ഒരു വളപ്രയോഗവും മഴയില്ലെങ്കിൽ നനയും ജാതിക്ക് അത്യാവശ്യമാണ്. ജാതിക്കുരുവും പത്രിയും പ്രത്യേകം ഉണക്കിയാണ് വിപണനം നടത്തുന്നത്. മാങ്കുളം പഞ്ചായത്തിൽ എറണാകുളത്ത് നിന്ന് വന്ന് കാർഷിക രംഗത്ത് ശ്രദ്ധ വയ്ക്കുന്ന പ്രവർത്തനം നടത്തുന്ന ആളാണ് ശ്രീ രവി. അദ്ദേഹത്തിൻ്റെ കാർഷിക കൃഷിയിടം സമ്മിശ്ര കൃഷി കൊണ്ട് വളരെ ഫലപുഷ്ടമാണ്. ജാതി, കൊക്കോ അടക്കമുള്ള കൃഷിയിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. മാങ്കുളം പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുരുമുളക് ഏറ്റവും വലിയ നിലയിൽ ക്വാളിറ്റിയുള്ള കുരുമുളകാണ്. അതേ ഈ കുരുമുളക് എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അധിക ഒരു വില കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. മാങ്കുളത്ത് ആദ്യകാലത്ത് നല്ല നിലയിൽ കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു. അത് നശിച്ചതിന് ശേഷം വീണ്ടും ഇപ്പോൾ കുരുമുളക് കൃഷിയിലേക്ക് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്താണേലും മാങ്കുളത്തേക്ക് മറ്റ് കവുങ്ങ് അടക്കമുള്ള കാർഷിക വിളകൾ നശിച്ചപ്പോൾ കുരുമുളക് വീണ്ടും ഇപ്പം നല്ല നിലയിലേക്ക് കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മാങ്കുളത്തുള്ളത്. രവിയുടെ പ്രവർത്തനങ്ങൾ ഈ കാർഷിക രംഗത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ്. കൊക്കോ ഇവിടുത്തെ മറ്റൊരാകർഷണമാണ്. 300 ചുവട് കൊക്കോ ഇവിടെ ഇപ്പോൾ കായ്ച്ചു തുടങ്ങി. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കൃഷി ചെയ്യാവുന്ന ഒരു ഇനമാണ് കൊക്കോ. നടുന്ന സമയത്ത് ഒരു വളപ്രയോഗം നടത്തും. പിന്നെ ഓരോ വർഷവും ചുവട് തിരഞ്ഞ് ചാണകമിട്ട് മൂടും. വേറെ പരിചരണമൊന്നും ആവശ്യമില്ല. അണ്ണാൻ പഴം കടിച്ചു കളയുന്നതൊഴിച്ചാൽ മറ്റുപദ്രവങ്ങളൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത്. പഴുത്ത കായ പറിച്ച് പൊട്ടിച്ച് പച്ച കുരുവായിട്ട് തന്നെയാണ് കച്ചവടം നടത്തുന്നത്.
60 രൂപ മുതൽ 75 രൂപ വരെ 1 കിലോയ്ക്ക് വിലയും ലഭിക്കും. കേരളത്തിന്റെ സുഗന്ധവിളത്തോട്ടമെന്ന് വിളിക്കുന്ന ഇടുക്കിയിൽ ഏലവും കുരുമുളകും ജാതിയും ഒക്കെ സുലഭമായി കൃഷി ചെയ്യുന്നു. ദേശീയ ഖജനാവിന് വരുമാനം നേടിക്കൊടുക്കുന്ന ഈ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർ നെല്ല് മുതൽ പച്ചക്കറി വരെ ഇവിടെ കൃഷി ചെയ്യുന്നു. നാടിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് കരുത്തു പകരുന്ന ഈ പ്രവർത്തനവും ഇവിടുത്തെ കർഷകരുടെ രീതിയും സമാനതകളില്ലാത്തതാണെന്ന് നിസ്സംശയം പറയാം. കല്ലാർ കുരിശുപാറ മാങ്കുളത്തിനടുത്ത പ്രദേശമാണ്. ഇവിടുത്തെ ഒരു സമ്മിശ്ര കർഷകനും നഴ്സറി ഉടമയുമാണ് ജോയി ജോസഫ്. മൂന്നാറിന് 4 കിലോമീറ്റർ അടുത്തായതുകൊണ്ട് ധാരാളം വിദേശികൾ ഇവിടം സന്ദർശിക്കാറുണ്ട്. ഫലവർഗ ചെടികളും പൂച്ചെടികളുമായി 100-ൽ കൂടുതൽ ഇനം ഇപ്പോൾ തന്നെ ഈ നഴ്സറിയിൽ വിൽപ്പനയ്ക്കുണ്ട്. ഉദ്യാന കൃഷി തികച്ചും ആദായകരവും കണ്ണിനും മനസ്സിനും സന്തോഷം തരുന്നതുമാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ജാഡുവൈൻ ഇത് പടർന്ന് പൂക്കുന്ന ഇനമാണ്. 4 മാസത്തിലൊരിക്കൽ പൂവിടും. 2 കളറിലുള്ളവ ഇവിടെ ഉണ്ട്, ചുവപ്പും നീലയും. നീലയാണ് ഇപ്പോൾ പൂത്തു നിൽക്കുന്നത്. തണ്ടിൽ ലെയർ ചെയ്ത് തൈ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യും. ഒരു തൈക്ക് 250 രൂപ വിലയ്ക്കാണ് വിൽക്കുന്നത്. ജോൺ ക്രീപ്പർ ഇതും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴിയാണ് തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. റോസ് കളറിലെ കോളാമ്പി പോലത്തെ പൂവാണ്. അർഡീഷ്യ ചട്ടിയിലും നിലത്തും വളർത്താവുന്നതാണ്. 3500 അടി ഉയരത്തിൽ നിന്നാലേ ഇത് കായ്ക്കുകയുള്ളൂ. മുന്തിരിക്കുല പോലെ ചുവന്ന കായാണ്. അരി പാകി കിളിർപ്പിച്ചെടുക്കും. ഇവിടുത്തെ റിസോർട്ടുകളിലേക്കാണ് കൂടുതലും വിൽപ്പന നടക്കുന്നത്. ചൈനീസ് ഓറഞ്ച് കാണാൻ നല്ല ഭംഗിയും എന്നാൽ മധുരം കുറവുമാണ്. പഴുത്തു കഴിഞ്ഞാൽ 3 മാസം വരെ ഒഴിഞ്ഞു പോകാതെ ചെടിയിൽ തന്നെ നിൽക്കും. മെലസ്റ്റോമ നാട്ടിലെ കദളിപ്പൂവിന്റെ മറ്റൊരിനമാണ് ഇത്. വയലറ്റ് കളർ പൂവും ചെറിയ ഇലയുമാണ്. മുസംബി ഇവിടെ ആദ്യം ബഡ് തൈ വാങ്ങിയാണ് നട്ടത്. ആവശ്യക്കാർക്ക് തൈ ഇപ്പോൾ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാറുണ്ട്. മേലോട്ട് കുലയ്ക്കുന്ന വാഴ കാണാൻ ഭംഗിക്കായി വളർത്താം. പഴം തിന്നാൻ കൊള്ളുകയില്ല. പഴത്തിൽ ധാരാളം അരികൾ ഉണ്ടായിരിക്കും. യാക്കോബീന ഇത് 3 തരമുണ്ട്. പൂച്ചെടിയാണ്. കുലയായി പൂക്കും. തണ്ട് മുറിച്ച് നട്ടാണ് തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. അസീലിയ നീലക്കുറിഞ്ഞിയുടെ ഇല പോലെ ഇരിക്കും ഇതിന്റെ ഇല. ചെറിയ ഇലയും വലിയ പൂവുമാണ്. വയലറ്റും വെള്ളയും നിറത്തിൽ പൂക്കുന്നവയുണ്ട്.
ഞാനൊരു സമ്മിശ്ര കർഷകനാണ്. ഞാൻ ഏലം, കുരുമുളക്, കാപ്പി അതിനോട് ചേർന്ന് പൂച്ചെടിയുടെ ഒരു നഴ്സറി നടത്തുന്നുണ്ട്. പൂച്ചെടി കൃഷി നല്ലൊരു ലാഭകരമായ കൃഷിയാണ്. ഇവിടെ ഡെയിലി എല്ലാ റിസോർട്ടുകളിൽ നിന്നൊക്കെ വന്ന് ആൾക്കാർ വന്ന് പൂച്ചെടിയുടെ തൈകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നല്ലൊരു പരിപാടിയായിട്ട് ഇത് മുന്നോട്ട് പോകുന്നു. ഏകദേശം 105ഓളം വെറൈറ്റി പൂച്ചെടികൾ ഉണ്ട്. അതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. ചില ഐറ്റംസിൻ്റെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചിലത് ബഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തരം പൂച്ചെടികളും ഇവിടെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ചട്ടിയോടുകൂടി ഫ്ലവറായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കവറിനകത്ത് തൈകൾ കൊടുക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ചെയ്യേണ്ട വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുപൊടി, ചാണകപ്പൊടി അങ്ങനെയുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ രാസവളങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഡോലക് കുലയായി പൂക്കും. ഓറഞ്ച് കളറിലുള്ള പൂവായിരിക്കും. പടർന്നു കയറുന്ന ഇനമാണ്. എൻഡോബെറി കുലച്ചെത്തി പോലെയുള്ള വെള്ളപ്പൂവായിരിക്കും. പാപ്പിറസ് ഇസ്രായേൽ ഒറിജിൻ. പണ്ട് കാലത്ത് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ ചെടിയാണ്. അതിൽ നിന്നാണ് പേപ്പർ എന്ന വാക്കുണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഫുഷിയ അല്ലെങ്കിൽ ചൈനീസ് ബെൽ. 10 നിറങ്ങളോളം ഇവിടെയുണ്ട്. തണ്ടൊടിച്ചു കുത്തിയാണ് ഇതും തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. ടോർച്ച് ജിഞ്ചർ ഏലം പോലെ ഇരിക്കും. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പൂവിന് 40 രൂപ വില ലഭിക്കും. ടബർജിയ, കമേലിയ, ഹൈപ്പോമിയ തുടങ്ങിയ ഇനവും ഇവിടെ നല്ലതുപോലെ വിറ്റുപോകുന്ന ഇനമാണ്. ലിച്ചിയും ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. ഇവിടെ 1 ഏക്കർ സ്ഥലം ഈ നഴ്സറിക്കായി മാറ്റിവെച്ചിരിക്കുന്നു. വിവിധ ഇനം പൂച്ചെടികളും ഫലവർഗ ചെടികളും കൊണ്ട് സമ്പുഷ്ടമായിവിടം. മറ്റ് കൃഷികളെപ്പോലെ ഉദ്യാന കൃഷിയും നല്ല വരുമാനമുണ്ടാക്കി തരുന്നുവെന്നാണ് ജോയി ജോസഫ് നമ്മോട് പറയുന്നത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചക്കറികളിലെ കീടനാശിനി സാന്നിധ്യം കുറയുന്നു. റബ്ബർ ഉൽപാദക സംഘടനകളുടെ ശാക്തീകരണത്തിന് കോൾ സെന്റർ. വാർത്തകൾ വിശദമായി. കേരളത്തിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും അടങ്ങിയിരിക്കുന്ന കീടനാശിനി സാന്നിധ്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കുറഞ്ഞതായി കാർഷിക സർവകലാശാല നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പഴം, പച്ചക്കറി വിഭവങ്ങൾക്ക് കർശന ഗുണനിലവാര പരിശോധനയാണുള്ളത്. കേരളത്തിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പഴം, പച്ചക്കറികളിൽ 97% കീടനാശിനി മുക്തമാണെന്നുള്ള വിവരങ്ങളും കാർഷിക സർവകലാശാലയുടെ പരിശോധനാ റിപ്പോർട്ടിലുണ്ട്.
3 മാസത്തിലൊരിക്കൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്ന സാമ്പിളുകളാണ് കാർഷിക സർവകലാശാല കീടനാശിനി സാന്നിധ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പാലക്കാട് ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന വകുപ്പിന്റെ പരിശീലന കേന്ദ്രത്തിൽ നാടൻ ക്ഷീരോൽപ്പന്ന നിർമ്മാണത്തെക്കുറിച്ച് പരിശീലനം നൽകുന്നു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലന പരിപാടിയെക്കുറിച്ച് വിശദവിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് പരിശീലന കേന്ദ്രം പ്രിൻസിപ്പാളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0492222640. ചെറുകിട റബ്ബർ കർഷകരുടെ സ്വാശ്രയത്വം ലക്ഷ്യമാക്കി ഗ്രാമതലങ്ങളിൽ പ്രവർത്തിക്കുന്ന റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ ശാക്തീകരണത്തിനായി റബ്ബർ ബോർഡിന്റെ കോൾ സെന്റർ പ്രവർത്തിക്കുന്നു. പ്രവർത്തന സമയം തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. റബ്ബർ ബോർഡിന്റെ വിവിധ പദ്ധതികൾ, സേവനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കോൾ സെന്ററിലൂടെ കർഷകർക്ക് ലഭിക്കും. കോൾ സെന്റർ നമ്പർ 0481-257-6622. തിരുവനന്തപുരം കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിന്റെ സെയിൽസ് കൌണ്ടറിൽ നേന്ത്രൻ, കിൻഡൽ നേന്ത്രൻ, റെഡ് ബനാന, സ്വർണ്ണമുഖി എന്നീ ഇനത്തിൽപ്പെട്ട ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളും ടിഷ്യൂ കൾച്ചർ ഓർക്കിഡ്, ആന്തൂര്യം തൈകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471-241-3739. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ ഈ മാസം 9 മുതൽ 12 വരെ ഡയറി ഫാം സംരംഭം, 23 മുതൽ 25 വരെ പോത്ത് വളർത്തൽ എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഫോൺ നമ്പർ 0487-269-5869. നാളികേര വെള്ളത്തിൽ നിന്നും കോക്കനട്ട് ഹണി ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യയും പരിശീലനവും കേരള അഗ്രികൾച്ചറൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്പിംഗ് സെന്ററിൽ നിന്നും ലഭ്യമാണ്. ഒരു ദിവസത്തെ പരിശീലനത്തിന് 10,000 രൂപയാണ് ഫീസ്. ഫോൺ നമ്പർ 0485-224-2410. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,900 രൂപ, കോഴിക്കോട് 11,900 രൂപ, തൃശൂർ 10,600 രൂപ, കൊപ്ര കൊച്ചി 7,325 രൂപ, കോഴിക്കോട് 7,500 രൂപ, തൃശൂർ 7,210 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 65,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,800 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലം 9,300 രൂപ, ഈറോഡ് 9,800 രൂപ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,000 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13,975 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,900 രൂപ, കൊപ്ര 7,325 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 65,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,800 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 245-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 425-നും 450-നും മധ്യേ. ജാതിപത്രി 500-നും 875-നും മധ്യേ. ഗ്രാമ്പു 725 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 13,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,000 രൂപ, ഒട്ടുപാൽ 9,400 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. ഏലം സ്റ്റോക്കിസ്റ്റുകളെയും കർഷകരെയും ആവേശം കൊള്ളിച്ച് ഉൽപ്പന്ന വില കുതിക്കുകയാണ്. 3 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച വിലയിലാണ് വണ്ടൻമേട്ടിൽ നടന്ന ലേലത്തിൽ സുഗന്ധറാണിയെ ഇന്ന് ഇടപാടുകാർ സ്വന്തമാക്കിയത്. മികച്ച ഇനങ്ങൾക്ക് കിലോഗ്രാമിന് 1,639 രൂപ ലഭിച്ചു. ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് കിലോയ്ക്ക് 136 രൂപ കൂടുതൽ ലഭിച്ചു. ശരാശരി ഇനങ്ങൾ 1,414 രൂപയിലാണ്. ലേലത്തിന് വന്ന 25,942 കിലോ ചരക്ക് മുഴുവനായി വിറ്റഴിഞ്ഞു. 5 വർഷത്തിനിടയിലെ ഏറ്റവും ആകർഷകമായ തലത്തിലേക്ക് റബ്ബർ അവധി നിരക്കുകൾ സഞ്ചരിച്ചത് കൊച്ചി, കോട്ടയം വിപണികളെ സജീവമാക്കി. വിദേശത്തെ ഉയർവ് ആഭ്യന്തര മാർക്കറ്റിന് ആവേശമായി. റബ്ബർ അവധി വില കിലോ 160 രൂപ വരെ കയറി. 4 ഗ്രേഡ് 140-ലാണ്. കൊച്ചിയിലേക്കുള്ള കുരുമുളക് നീക്കം ചുരുങ്ങിയത് ഇടപാടുകളുടെ തുടക്കത്തിൽ ഉൽപ്പന്ന വില ഉയർത്തി. ഗാർബിൾഡ് കുരുമുളകിന് കിലോ 688 രൂപയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.2 23, കൊച്ചി 32.6 23.2, ആലപ്പുഴ 33.2 24, പുനലൂർ 35.5 21.2, തിരുവനന്തപുരം 33.5 22.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.